തൊടുപുഴ നഗരസഭയിൽ CPM-ന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ 4 BJP കൗൺസിലർമാർ അനുകൂലിച്ച് വോട്ട് ചെയ്തു. വിപ്പ് ലംഘിച്ചാണ് BJP കൗൺസിലർമാർ അവിശ്വാസത്തെ പിന്തുണത്ത്. ജെയിനസ് രാജുവാണ് ചേരുന്നത്. ജെയിൻ, തൊടുപുഴ നഗരസഭയിൽ CPM-ന് ഭരണം നഷ്ടമായി എന്നത് ആ ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ നിൽക്കുന്നതിനിടയിൽ അവിടെ ഈ BJP കൗൺസിലർമാരുടെ വിപ്പ് ലംഘനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ, ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണ്, ചർച്ചകളാണ്, ആരോപണ പ്രത്യാരോപണങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്? രതീഷ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നഗരസഭയിലെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തിബലം UDF തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണ അവിശ്വാസ പ്രമേയ ചർച്ച വന്നപ്പോൾ UDF-ൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് CPM കൊണ്ടുവന്ന അവിശ്വാസത്തെ ലീഗ് പിന്തുണച്ചതോടുകൂടിയാണ് കോൺഗ്രസിന് ഭരണം നഷ്ടമായത്. പക്ഷേ 6 മാസത്തിന് ശേഷം വീണ്ടും അവർ തമ്മിൽ ഐക്യമുണ്ടാവുകയും അവർ ഇത് സംബന്ധിച്ച ഒരു അവിശ്വാസ പ്രമേയം നൽകുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ സ്വാഭാവികമായി ഉണ്ടായ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി തിരിച്ചു ഭരണം പിടിച്ചു. അതിൽ BJP-യുടെ റോൾ എന്താണ്? 18 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അവിശ്വാസ പ്രമേയം പാസ്സാകുമായിരുന്നുള്ളൂ. എന്നാൽ 14 പേർ മാത്രമേ UDF-ൽ നിന്നുണ്ടായിരുന്നുള്ളൂ. 4 BJP കൗൺസിലർമാരുടെ പിന്തുണ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ അവിശ്വാസ പ്രമേയം പാസ്സായത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ വിപ്പ് ലംഘിച്ചാണ് ആ വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. BJP-യുടെ ജില്ലാ നേതൃത്വം ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും അതോടൊപ്പം തന്നെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP-യുടെ 8 കൗൺസിലർമാർക്കും വിപ്പ് നൽകിയിരുന്നു. ആ വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് 4 പേർ ഈ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. ഈ അനുകൂലമായി വോട്ട് ചെയ്തവരുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് CPM-ന്റെ ഭരണം തൊടുപുഴ നഗരസഭയിൽ നിലനിർത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്നുള്ളതാണ്. ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ 4 പേരും ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക വിഭാഗം പറയുന്നത് BJP അല്ലെങ്കിൽ UDF-നെ പിന്തുണയ്ക്കുന്നത് BJP ഇല്ലാതാക്കും എന്നൊരു കാര്യമാണ് അവർ വിശ്വസിക്കുന്നത്. ശരി, ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴ നഗരസഭയിലാണ് CPM-ന് ഭരണം നഷ്ടമായത്. UDF കൊണ്ടുവന്ന അവിശ്വാസം, അതിൽ 4 BJP കൗൺസിലർമാർ BJP-യുടെ വിപ്പ് ലംഘിച്ചുകൊണ്ട് CPM-നെതിരെ വോട്ട് ചെയ്തു. ആ സാഹചര്യമാണ് ജെയിൻ വിശദീകരിച്ചത്.